വടകരയിൽ RMB കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം വിവാദത്തിലായി. UDF വടകരയിൽ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനിലാണ് KS ഹരിഹരൻ KK ശൈലജ ടീച്ചറെയും നടി മഞ്ജു വാര്യരെയും അധിക്ഷേപിച്ച് പ്രസംഗിച്ചത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ഈ പരാമർശത്തെ KK രമ MLA തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിൽ രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ്. യഥാർത്ഥത്തിൽ ഒരു അതിരുകടന്ന പ്രസ്താവനയായി പോയത്. പിന്നീട് ഫേസ്ബുക്കിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു എങ്കിൽ പോലും പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശമാണ് RMB കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെ വൈകിട്ടായിരുന്നു CPMന്റെ വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ UDFും RMBയും സംയുക്തമായി വടകരയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിക്കിടെയായിരുന്നു മഞ്ജു വാര്യരെയും KK ശൈലജയെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് KS ഹരിഹരന്റെ ഭാഗത്തു നിന്നും ഒരു വിവാദ പരാമർശം ഉണ്ടായത്. ആദ്യം സമൂഹ മാധ്യമങ്ങളിലാണ് ഇത് വലിയ രീതിയിൽ ചർച്ചയായത്. പിന്നീട് DYFIയും CPMും ഉൾപ്പെടെ ഇത് ഏറ്റെടുക്കുകയായിരുന്നു. DYFI ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ DYFI പ്രധാനമായും പറയുന്നത് വടകരയിലെ സ്ത്രീവിരുദ്ധ പ്രചാരണങ്ങൾക്ക് അടിവരയിടുന്നതാണ് KS ഹരിഹരന്റെ ഇത്തരം പരാമർശങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് വിവാദമായതോടെ KS ഹരിഹരൻ ഇന്നലെ രാത്രിയാണ് ഫേസ്ബുക്കിലൂടെ ഖേദപ്രകടനവുമായി രംഗത്തെത്തിയത്. അതോടൊപ്പം തന്നെ RMB നേതാവ് ഒരു സെക്കൻഡ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ KK രമ MLA ടെലിഫോണിൽ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് KK രമ. യഥാർത്ഥത്തിൽ വളരെ അനാദരവ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. താങ്കൾ ഇതിനെക്കുറിച്ച് എനിക്കറിയാം, താങ്കൾ ഇതിനെ ഓൾറെഡി തള്ളി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പോലും നമ്മുടെ പ്രേക്ഷകർക്കായി ഞാൻ ചോദിക്കുകയാണ്, ഈ കാര്യത്തിൽ KK രമ MLAയുടെ നിലപാട് എന്താണ്? ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും സാർ, അത് തള്ളിക്കളയാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരു പ്രസംഗമധ്യേ ഹരിഹരന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശമാണത്. ആ പരാമർശത്തിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. അത് പൂർണ്ണമായിട്ടും അതേ അർത്ഥത്തിൽ തന്നെ തള്ളുകയാണ്. ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ ഒരു വ്യക്തിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് പലപ്പോഴും നമ്മൾ പലരുടെയും ഭാഗത്തുനിന്ന് കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അത് എല്ലാവരും തിരുത്തപ്പെടേണ്ടതും എല്ലാവരും ആ തരത്തിൽ തന്നെയായിരിക്കും ജാഗ്രത കാണിക്കേണ്ടതുമാണ് ഈ ഇത്തരം പ്രസംഗങ്ങളിലും സംസാരങ്ങളിലും ഒക്കെ. ഏതായാലും ഹരിഹരന്റെ ഭാഗത്തുനിന്ന് അത് ആ തെറ്റ് മനസ്സിലാക്കി മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം അത് നിർവ്യാജ്യ ഖേദം പ്രകടിപ്പിച്ചു എന്നത് സന്തോഷം തരുന്നതാണ്. അതൊരു സ്വാഗതം ചെയ്യുന്നതാണ്. അതൊരു ഇതുവരെ ഇല്ലാത്തൊരു മാതൃക കൂടിയായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. എന്തായാലും എല്ലാവരും, ഏത് രാഷ്ട്രീയ നേതാക്കളായാലും ഏത് വ്യക്തികളായാലും ഇത്തരം സംസാരങ്ങൾ നടത്തുമ്പോൾ അവിടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങളിലെ സ്ത്രീകളെ മോശമാക്കി കാണിക്കുന്ന തരത്തിലേക്ക് വരുന്നത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കും. ഈ സംഭവത്തിന് ശേഷം MLA KS ഹരിഹരനുമായി സംസാരിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ ആ പരിപാടിയിലില്ല. ഞാനത് കേൾക്കാൻ സാധിച്ചില്ലായിരുന്നു. പിന്നീട് അത് കേട്ടപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചു. ഞാനത് പറയുകയും ചെയ്തിരുന്നു. അതിനെ ഖേദം പ്രകടിപ്പിക്കണമെന്ന് തന്നെ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തന്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ആ ഒരു വിവാദം അവസാനിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. എനിക്കറിയാം KK രമ പലപ്പോഴും സ്ത്രീവിരുദ്ധ നിലപാടുകളെയൊക്കെ തള്ളിപ്പറയാൻ എപ്പോഴും താല്പര്യം കാണിച്ചിട്ടുള്ള ആളാണ്, നിലപാടുള്ള ഒരു വ്യക്തിയുമാണ്, എനിക്കറിയാം. ഈ അവസരത്തിൽ മഞ്ജു വാര്യരുമായും KK ശൈലജ ടീച്ചറുമായും ഈ കാര്യം താങ്കൾ സംസാരിക്കുവാൻ ആലോചിക്കുന്നുണ്ടോ? അല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാനത് അവർക്കെല്ലാം വേണ്ടി തന്നെയാണ് ഞാനത് പറയുന്നത്. എല്ലാ സ്ത്രീകൾക്കും വേണ്ടി തന്നെയാണ്. അവർക്ക് ഉൾപ്പെടെ അതിനകത്ത് ഏതെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ തന്നെയാണുള്ളത്. അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് തന്നെയാണ് അതിനെ തള്ളിപ്പറയുന്നത്. അതിലൊന്നും എനിക്ക് തോന്നുന്നു ഞങ്ങൾ പാർട്ടിയും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഹരിഹരനും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ തെറ്റ് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് അദ്ദേഹത്തിനും ബോധ്യമായിട്ടുണ്ട്. അതൊരു സംസാരിക്കുന്ന സമയത്ത് വന്ന ഒരിതാണ്. പക്ഷേ നമുക്കൊരിക്കലും അതിനെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. താങ്ക് യു ശ്രീമതി KK രമ MLA നമ്മളോട് സംസാരിച്ചതിന്. രാഹുൽ സുരേഷ് തുടരുകയാണ്. രാഹുൽ സുരേഷ്, വിശാല മനസ്കതയുടെ തന്നെ KK രമ MLA ഈ പരാമർശത്തെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അവർ പറഞ്ഞ ഏറ്റവും പ്രസക്തമായ കാര്യം KK ശൈലജ ടീച്ചറും മഞ്ജു വാര്യരും അടങ്ങുന്ന സ്ത്രീ സമൂഹത്തിന് വേണ്ടി തന്നെയാണ് അവർ സംസാരിക്കുന്നത് എന്ന് തന്നെയാണ് കാര്യം. സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരു വാദഗതിക്കും അവർ അനുകൂലമാകില്ല എന്ന നിലപാട് കൂടിയാണ് അവർ പറയുന്നത്. പറയൂ സുരേഷ്.
തീർച്ചയായിട്ടും SKN ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന പ്രസ്താവന ആയിരുന്നില്ല KS ഹരിഹരന്റെ ഭാഗത്തു നിന്നും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം UDF-ന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത ഒരു പരിപാടി കൂടിയായിരുന്നു. ആയിരക്കണക്കിന് ബഹുജനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഒരു പരിപാടി കൂടിയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും അതോടൊപ്പം UDF-ന്റെ വടകരയിലെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ഉൾപ്പെടെ ഈ വേദിയിൽ ഉണ്ടായിരുന്നു. ആദ്യം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു. അതിന് പിന്നാലെയായിരുന്നു KS ഹരിഹരന്റെ ഈ പ്രതികരണം. അതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിൽ സംസാരിച്ചത്. ഈ വേദിയിൽ ഉണ്ടായിരുന്ന ഒരു നേതാക്കളും ഈ KS ഹരിഹരനെ തിരുത്താനോ തള്ളിപ്പറയാനോ തയ്യാറായിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണെങ്കിലും വരും ദിവസങ്ങളിലും വിവാദം കൊഴുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യ ദിനങ്ങൾ മുതൽ ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ വരെ വടകരയിൽ ഒരു വിവാദങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ CPM-നും DYFI-ക്കും വീണ് കിട്ടിയ ഒരു അവസരം കൂടിയാണ്. അതെന്താണെങ്കിലും അവർ രാഷ്ട്രീയം ആയുധമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. എന്തായാലും ഇത്തരം വിവാദ പരാമർശങ്ങൾ പൊതുവേദികളിൽ നടത്താതിരിക്കാൻ നമ്മുടെ നേതാക്കന്മാർ ശ്രദ്ധിക്കണമെന്നാണ് ഈ സംഭവം നമ്മളോട് വിളിച്ചു പറയുന്നത്. കാരണം ഇത്തരം വാവിട്ട വാക്ക് എന്ന് നമ്മൾ പറയാറില്ലേ, കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും ശക്തമായ ഒരു കാലത്ത് വളരെ വേഗം ഷെയർ ചെയ്യപ്പെട്ട അനേകായിരങ്ങളിൽ നിമിഷങ്ങൾ കൊണ്ട് ഇതെത്താൻ സാധിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടെലിവിഷനിലാണെങ്കിൽ അപ്പോൾ കേട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് അത് പ്രക്ഷേപണം ചെയ്തില്ലേ കേൾക്കാൻ പറ്റില്ല. അതങ്ങനെയല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ 25 പേര് മാത്രം അടങ്ങുന്ന ഒരു സമൂഹം ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്താൽ പോലും അത് പിന്നീട് ഷെയർ ചെയ്ത ആളുകൾക്ക് ഇതൊരു പാക്കേജായിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കാൻ പറ്റും. എന്തായാലും ഹരിഹരൻ്റെ പരാമർശം ചിലപ്പോൾ ഇന്ന് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം അദ്ദേഹം ഫേസ്ബുക്ക് വഴി ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ചിലപ്പോൾ കെട്ടടങ്ങാനും സാധ്യതയുണ്ട്.